Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ഇനി അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹാൻ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ തൃക്കരിപ്പൂർ തങ്കയത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി. സ്കൂട്ടറുകളിലെയും കാറിലെയും യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വേദനകളുടെയും പ്രാരാബ്ധത്തിന്റെയും പടുകുഴിയിൽ പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്തെ അനിൽ എന്ന കർഷകൻ. ജീവിതത്തിന്റെ അത്താണികളായിരുന്ന തന്റെ 5 പശുക്കൾ ചത്തുപോയതിന്റെ നഷ്ടപരിഹാരത്തിനായി ഈ കർഷകൻ മുട്ടാത്ത വാതിലുകളില്ല. അസുഖബാധിതനായ മകനും കടബാധ്യതകളും ഈ കുടുംബത്തെ തള്ളിവിട്ടത് സമാനതകളില്ലാത്ത ദുരിതക്കയത്തിൽ. ചരിത്രപ്രസിദ്ധമായ രാമന്തളി 17 ശുഹദാ മഖാം ഉറൂസിനും സ്വലാത്ത് വാർഷികത്തിനും ബുധനാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളാണ് ഉറൂസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ചീമേനി അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനത്തിന് മുന്നോടിയായി വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. പെരിങ്ങോം ടൗണിൽ നടന്ന പരിപാടി ഡോക്ടർ എ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ തൃക്കരിപ്പൂർ തങ്കയത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി. സ്കൂട്ടറുകളിലെയും കാറിലെയും യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 10:15ഓടെയാണ് അപകടം നടന്നത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന തൃക്കരിപ്പൂർ തൈക്കിലിലെ ഖലീലിനാണ് ഗുരുതര പരിക്കേറ്റത്. അപകടം നടക്കുന്ന സമയത്ത് റോഡിലൂടെ വന്ന മറ്റൊരു സ്കൂട്ടറിലെ യാത്രക്കാരി കക്കുന്നം അങ്കണവാടി വർക്കർ കെ സന്ധ്യയ്ക്കും പരിക്കേറ്റു. ഖലീലിനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും സന്ധ്യയെയും സഫീറിനെയും തൃക്കരിപ്പൂരിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ബഹ്റിനിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലിറങ്ങി കാറിൽ വരവെയാണ് എടച്ചാക്കൈ സ്വദേശി ടി കെ മുസ്തഫയും ഭാര്യ ആയിഷയും മകനും സഞ്ചരിച്ച കാർ തങ്കയം ആശുപത്രിക്ക് തെക്കുഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വേദനകളുടെയും പ്രാരാബ്ധത്തിന്റെയും പടുകുഴിയിലാണ് പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്തെ അനിൽ എന്ന കർഷകൻ. ജീവിതത്തിന്റെ അത്താണികളായിരുന്ന തന്റെ 5 പശുക്കൾ ചത്തുപോയതിന്റെ നഷ്ടപരിഹാരത്തിനായി ഈ കർഷകൻ മുട്ടാത്ത വാതിലുകളില്ല. അസുഖബാധിതനായ മകനും കടബാധ്യതകളും ഈ കുടുംബത്തെ തള്ളിവിട്ടത് സമാനതകളില്ലാത്ത ദുരിതക്കയത്തിലാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മുടെ ആപ്തവാക്യമെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നവനെ എപ്പോഴും കണ്ണീരും സങ്കടങ്ങളും മാത്രമായിരിക്കും ബാക്കി, അവഗണനയായിരിക്കും ബാക്കി എന്ന് പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അനിൽ എന്ന കർഷകൻ നമ്മോട് പറയുകയാണ്. അനിലേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അല്ലേ? അതെ 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 എനിക്ക് മൊത്തം 5 പശുക്കൾ മരിച്ചുപോയേ. അതിലെ 2 മടത്തുംപടി ചോറ് കൊടുത്തിരുന്നാണെന്ന് ഡോക്ടർ പറയുന്നത്. അല്ലാതെ 3 പശു ഒരു 50 ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം ആദ്യം വെച്ചു. അത് കഴിഞ്ഞ് വേറൊന്ന് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊന്ന്, അങ്ങനെ 3 പശുക്കൾ ചത്തു. മൊത്തം എൻ്റെ 5 പശുക്കൾ മരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു, പിന്നെ മൃഗത്തിൻ്റെ മന്ത്രിക്ക് അപേക്ഷ കൊടുത്തു, പിന്നെ MLAക്ക് അപേക്ഷ കൊടുത്തു. അവിടുന്ന് ആരും കണ്ണൂരിൽ നിന്ന് എനിക്കൊരു നിങ്ങൾക്ക് ഇത് യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഈ പശുക്കൾക്ക് ഇൻഷൂർ ഇല്ലായിരുന്നു.
പശുക്കൾക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു, ഇൻഷുർ ചെയ്തിരുന്നില്ല, അതൊരു കാരണം. അതുപോലെ തന്നെ അമിതമായി ചോറ് കൊടുത്തത് കൊണ്ടാണ് പശുക്കൾ മരണപ്പെട്ടത്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നുള്ള ഉത്തരമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയപ്പോഴും ഒക്കെ ഇവർക്ക് ലഭിച്ചത്. പക്ഷേ ഒരു കർഷകൻ്റെ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ ഏക മകനാണെങ്കിൽ രോഗം മൂലം കഷ്ടപ്പെടുകയാണ്. അവന് തന്നെ മാസാമാസം വലിയ ചിലവാണ് ഈ കുടുംബത്തിന് വരുന്നത്. ഇത്രത്തോളം ദാരിദ്ര്യത്തിലുള്ള എന്നാൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പശുക്കളെ വളർത്തിയും കോഴിയെ വളർത്തിയും ഒക്കെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കർഷകനോട് ഈ ചെയ്യുന്നത് വലിയ അവഗണന തന്നെയാണ്. പല വാതിലുകൾ മുട്ടി എങ്കിൽ പോലും അദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഇപ്പോൾ സംശയമുണ്ട്, ഈ 3 പശുക്കളും മരിച്ചതിന് വിഷം ആരോ കൊടുത്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ രാത്രി കാലത്ത് എൻ്റെ പശുക്കളെ കയർ മുറിച്ച് വിടുമല്ലാണ്. ഇപ്പോൾ അടുത്ത ദിവസമാണ് എനിക്ക് ഇതിപ്പോൾ ആളെ ഞാൻ കണ്ടത്. അങ്ങനെ ഒരു സംശയം വരാൻ 2 പശുക്കൾ മരിച്ചത് ചോറ് കൊടുത്തതിനെ തുടർന്നാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് 50 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പശു ചോര ഛർദ്ദിച്ചിട്ട് മരിച്ചു. പിന്നെ വേറൊരു പശു ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു പശുവും കൂടെ പിടച്ചു വീണ് മരിച്ചു. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം ഇവിടുന്ന് തന്നെ രാവിലെ ഉണ്ട് ചത്തു കിടക്കുന്നു. അപ്പോൾ നമ്മൾ മൃഗാശുപത്രി പോയി പറഞ്ഞു. അവര് അന്നേരം പറഞ്ഞത് അവർക്ക് അറിയില്ല. ആദ്യത്തെ പശു ചത്തപ്പോൾ പറഞ്ഞു കുപ്പിച്ചില് കഴിച്ചതായിരിക്കാം എന്നുള്ളൊരു സംശയം പറഞ്ഞു. അപ്പൊ കുപ്പിച്ചില്ലല്ല, ചോര ഛർദ്ദിച്ചിട്ട് അത് എന്റെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശമാണ് ആ പശുക്കൾക്ക് ആരും വിഷം കൊടുത്തതാണ്. പയ്യെ മരിക്കുന്ന ഒരു പശു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നു. ആ നായ്ക്കുട്ടികൾക്ക് എവിടുന്ന് വന്ന ഒരു നായ് പ്രസവിച്ചാണ്. ആ നായ്ക്കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞപ്പം അത് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പല മുക്കിൽ പോയിട്ട് ആ നായ്ക്കുട്ടികൾ മരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ആ ചോര ഛർദ്ദിച്ച പശുവിനെല്ലാം വിഷം കൊടുത്തതെന്ന് എനിക്ക് സംശയത്തിന് ഒക്കെ അങ്ങനെ ഒരു സംശയം അതുകൊണ്ടാണ് വന്നത്. പക്ഷേ ഈ അസുഖം വന്ന സമയത്ത് മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ കൃത്യമായി വരികയോ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയോ ചെയ്യുന്നുണ്ടോ? ഒരു എത്ര പ്രാവശ്യം വിളിച്ചാലും അവർ വരില്ല. ഒരു പശുവിനെ കാളയ്ക്ക് കുസ്തി വെക്കാൻ വേണ്ടി ഞാൻ പോയി പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. അന്ന് വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം ചെന്നു, വന്നില്ല. പിന്നെ ഞാൻ പശുവിനെ നടത്തി അവിടെ കൊണ്ട് കുത്തിച്ചു. അതിൻ്റെ സമയം കാലാവധി കഴിഞ്ഞുപോയി. ഇന്നലെ മൃഗാശുപത്രി പോയിട്ട് 7 പശുവിന് ചെള്ളിനുള്ള മരുന്നാണ്. ഇത് 2 പശുവിനുള്ള മരുന്നുണ്ടോ? മൃഗാശുപത്രി തന്നുവിട്ട മരുന്നാണ്. ഞാൻ 7 പശുവിനെ ചെള്ള് പിടിച്ചു, അതിന് മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പം അവർ തന്നുവിട്ട മരുന്നായി. അവിടുത്തെ ഡോക്ടർ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു 7 പശുവിനാ സാറേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ. ഈ വരുമാന മാർഗം അനിലേട്ടന് ഈ ഒറ്റൊരു പശുക്കളും അതുപോലെ ഈ കൃഷി മാത്രമേ ഉള്ളൂ. ഏക മകനാണ്, അവന് അസുഖമാണ്. എന്താണ് കുട്ടിയുടെ അസുഖം? എന്താ അസുഖം? അവന്റെ തലയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞു. എനിക്ക് ഇതിന് അസുഖത്തിന്റെ പേരൊന്നും എനിക്ക് പറയാൻ. എത്ര ലക്ഷം രൂപ ഓപ്പറേഷന് ചെലവ് വരിക? അവര് പറഞ്ഞ 15 ലക്ഷം രൂപ. ഇപ്പൊ എല്ലാ മാസവും ചികിത്സയാണ്. എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്? കോഴിക്കോട് മൈത്രയിലാണ് അവനെ കാണിക്കുന്ന ഡോക്ടർ പേര് സച്ചിൻ എന്ന് പറയും. ആ ഡോക്ടർ എന്നോട് പറഞ്ഞ ഇവന്റെ ഓപ്പറേഷനത്തിൽ നമ്മൾ പോയി ആദ്യം പറയുമ്പോൾ തന്നെ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഡോക്ടർമാരെ കൂട്ടിയിട്ട് വന്നിട്ട് വേണം അത് ചെയ്യണമെന്ന് പോലും. അപ്പം അവിടെയുള്ളവരല്ല പോലും ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഈ എല്ലാ പ്രാവശ്യവും ഡോക്ടറിനെ കാണിക്കുന്നതിനും മരുന്നിനും ഒക്കെ വലിയ ചെലവുണ്ടോ? എന്ന് പറഞ്ഞാൽ മാസം 7000 രൂപയുടെ മരുന്ന് മേടിക്കണം ഡോക്ടറെ കാണാതെ. പിന്നെ സ്കാനൊക്കെ ചെയ്യണം. സ്കാൻ ചെയ്തും എടുത്തു. പിന്നെ EG എടുത്തു. EG എന്ന് പറഞ്ഞാൽ 42,000 മാത്രമല്ലാതെ EG ഇല്ല. ഞാൻ ആദ്യം ഓർത്ത് ചിലപ്പോൾ ഒരു 3000-2000 EG ഉണ്ടെന്ന് വിചാരിച്ച്. ഇതിൻ്റെ EG ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം അതിൻ്റെ പിറ്റേ ദിവസം വരെ EG ആയിരിക്കും. അതുകൊണ്ട് അവനിപ്പോൾ ആശുപത്രി വരാൻ തന്നെ പേടി. ബാങ്ക് ലോണും ആളുകളുടെ സഹായമൊക്കെ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അത് ബാങ്കിലെ ഒരാൾ സഹായിച്ചുകൊണ്ടാണ് ഇത്ര പശു ഉള്ളത്. അയാൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പലിശ വേണ്ട, കുറച്ച് ഉള്ളത് മാതിരി കൊടുത്താൽ മതി. അങ്ങനെ നിൽക്കുന്ന വീടും സ്വന്തമല്ല, ഈ വീടും പുരയിടും ഒന്നും സ്വന്തമല്ല. നമ്മൾ വീടല്ല, നമ്മളൊരാളെ നോക്കാൻ നിന്നാണ്. അയാൾ മരിച്ചുപോയി. ഇനി ഇവര് പറയുമ്പോൾ നമ്മൾ എപ്പം വേണമെങ്കിൽ പോകണം, ഇറങ്ങിപ്പോകണം.
അവർ പറയുന്ന കാലം വരെ നമുക്ക് ഇവിടെ താമസിക്കാം. അല്ലെങ്കിൽ രോഗിയായ മകനെയും ഒക്കെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. രാത്രിയുടെ മറവിൽ പലരും ദ്രോഹിക്കുന്നുണ്ട് എന്നും. പശുവിന്റെ കയറ് മുറിച്ചു വിടുന്നു. അങ്ങനെ ഒരു ഓട്ടക്കാരനെ വന്നു എന്നോട് ഒരു പ്രാവശ്യം വന്ന് പറയുമായിരുന്നു, രാത്രി 12 മണിക്ക് അങ്ങ് പോയി പശു നമ്മളെവിടെ കിടന്നു ഉറങ്ങി. അപ്പോൾ ഓട്ടക്കാരൻ വന്ന് പറയുന്ന നിന്റെ പശു ഉണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആരാന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ അന്ന് പശുക്കളെ എല്ലാം കയറ് ഇങ്ങനെ ഇത് ആ കെട്ടിന്റെ അവിടെ നിന്ന് മുറിച്ചു വിടുക, അയച്ചു വിട്ടിട്ട് നിർത്തി കെട്ടിന്റെ അവിടുന്ന് കട്ടാക്കി വിടുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അന്നേരമാണ് ഏകദേശം അടുത്തുള്ളവരാണ് മുറിച്ചു വിടുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ഈ കർഷകൻ പെടാപ്പാട് പെടുകയാണ്. മകന്റെ അസുഖം, അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ കഴിയുന്നില്ല, സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യം ലഭിക്കുന്നില്ല, ബാങ്കിലും മറ്റുമായി വലിയ കടബാധ്യതയുണ്ട്. അത്രത്തോളം വേദനയിലാണ് ഈ കർഷകൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം, ഇദ്ദേഹത്തെ സഹായിക്കുവാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. പെരളം രക്തസാക്ഷി ദിനാചരണത്തിന്റെ പതാക ഉയർന്നു. കൊഴുമൽ രക്തസാക്ഷി നഗറിൽ M. രാഘവൻ പതാക ഉയർത്തി. പെരളം രക്തസാക്ഷി ദിനാചരണത്തിന് കൊഴുമലിൽ പതാക ഉയർത്തി. ഭൂമിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതി മരിച്ച പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ 77ാം രക്തസാക്ഷിത്വ വാർഷിക ദിനമാണ് ബുധനാഴ്ച. ഒയോളത്തു നിന്നും CPM പെരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി K. മധു നയിക്കുന്ന കൊടിമര ജാഥ ഏരിയ സെക്രട്ടറി P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം കൊഴുമൽ രക്തസാക്ഷി നഗറിൽ കൊടിമര ജാഥ എത്തി. മുതിർന്ന CPM നേതാവ് M. രാഘവൻ പതാക ഉയർത്തി. TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് P. സന്തോഷ്, T. ഗോപാലൻ, K. മധു, P. രമേശൻ, K. രമേശൻ, KV രാധാമണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചരിത്രപ്രസിദ്ധമായ രാമന്തളി 17 ശുഹദാ മഖാം ഉറൂസിനും സ്വലാത്ത് വാർഷികത്തിനും ബുധനാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളാണ് ഉറൂസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ചരിത്രപ്രസിദ്ധമായ രാമന്തളി 17 ശുഹദാ മഖാമിൽ വർഷം തോറും നടത്തിവരുന്ന ഉറൂസും സ്വലാത്ത് വാർഷികവും ഏപ്രിൽ 23 മുതൽ 27 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 23-ന് വൈകിട്ട് 4:30-ന് ശുഹദാ മഖാം സിയാറത്തിനു ശേഷം സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ പതാക ഉയർത്തും. തുടർന്ന് തെക്കുംപാട് മഖാം സിയാറത്ത് യാത്ര നടക്കും. രാത്രി 7:30-ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. 24-ന് രാത്രി പ്രഭാഷണവും 25-ന് രാത്രി ബുർദ് മജ്ലിസും 26-ന് രാത്രി 7:30-ന് പ്രഭാഷണവും നടക്കും. 27-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മൗലീദ് പാരായണവും 4:30-ന് ഖത്തമുൽ ഖുറാനും ഉണ്ടാകും. രാത്രി 7:30-ന് സമാപന സമ്മേളനത്തിൽ രാമന്തളി ഖത്തീബ് ഫൈസൽ ഹുദവി പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന ദിക്റു സലാത്തിനും മജ്ലിസിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും നിലനിന്നാൽ മാത്രമേ മനുഷ്യനും നിലനിൽപ്പുള്ളൂ എന്ന് സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്. നെറ്റ്വർക്ക് ചാനലുമായുള്ള പ്രത്യേകാഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേതു നെടുമ്പ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ബുധനാഴ്ച രാത്രി 7-ന് നെറ്റ്വർക്ക് ചാനലിൽ. മനുഷ്യന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇതിൽ 2 മത്സ്യങ്ങളെക്കുറിച്ച് കഥയുണ്ട് എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ ഓടി വന്ന് വായിക്കില്ല, പേടിച്ചോടിക്കളയും. ഈ ഭാഷ മനുഷ്യൻ്റെ ഭാഷയാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതിൽ പറയുന്നത് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കണമെന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കണമെന്ന് കൂടിയാണ്. എന്തിനാണ് അത്? എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്ന ഭൂമിയിൽ മാത്രമേ മനുഷ്യന് നിലനിൽക്കാൻ പറ്റൂ. തേനീച്ചകളും പൂമ്പാറ്റകളും മണ്ണിരകളും മുഴുവൻ അപ്രത്യക്ഷമായാൽ, ഭൂമിയിൽ ഇല്ലാതായാൽ മനുഷ്യനുണ്ടാവില്ല, മനുഷ്യൻ നിലനിൽക്കില്ല, മനുഷ്യവംശം തന്നെ ഇല്ലാതാകും. അപ്പം അതുകൊണ്ട് ഈ ജീവജാലങ്ങളൊക്കെ നിലനിൽക്കണമെന്ന് പറയുന്നത് മനുഷ്യൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. മൃഗങ്ങളില്ലാതെ മനുഷ്യൻ എന്ത് എന്ന് സിയാറ്റിൽ മൂപ്പൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്. ചീമേനി അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനത്തിന് മുന്നോടിയായി വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. പെരിങ്ങോം ടൗണിൽ നടന്ന പരിപാടി ഡോക്ടർ AK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ചെർണോബിൽ ദിനമായ ഏപ്രിൽ 26-നും 27-നും ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. JNU മുൻ പ്രൊഫസർ ഡോക്ടർ AK രാമകൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ആണവ നിലയങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആ സംഭവം തന്നെ വലിയ വിധത്തിൽ നമ്മുടെ ബോധത്തെ അത് ഉത്തേജിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ആണവ നിലയങ്ങൾ അന്ന് സോവിയറ്റ് യൂണിയൻ അതിൻ്റെ പ്രതാപത്തിൽ വരുന്ന കാലം. ഇന്നിപ്പം നിങ്ങൾക്കറിയാം, ചെർണോബിൽ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പെരിങ്ങോം ആണവ നിലയത്തിനെതിരെ നടന്ന സമരത്തിന് ശേഷം കേരളത്തിൽ ഒരു രണ്ടാം വരവിന് ശ്രമിക്കുന്ന ആണവ നിലയത്തിന്റെ ദൂഷ്യങ്ങൾ വിശദീകരിച്ച് തൃശൂർ ട്രാൻസിഷൻ സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച രണ്ടാം ആണവ ദുസ്വപ്നം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ഡോക്ടർ D സുരേന്ദ്രനാഥ് അധ്യക്ഷനായി. N സുബ്രഹ്മണ്യൻ, K രാമചന്ദ്രൻ, VK രവീന്ദ്രൻ, ദാമോദരൻ KM, ശോഭന T, മേരി എബ്രഹാം, ജയരാമൻ A, C ബാബു പന്നമ്പാറ, അഷ്റഫ് M പെരിങ്ങോം തുടങ്ങിയവർ സംസാരിച്ചു. P മുരളീധരൻ കരിവള്ളൂർ, സുഭാഷ് ചീമേനി, M സുൽഫത്ത്, T മാധവൻ തുടങ്ങിയവർ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകി. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഏപ്രിൽ 27 വൈകുന്നേരം 4 മണിക്ക് ചീമേനി ടൗണിൽ പൊതുയോഗം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നടൻ ദിലീപ് മാടായിക്കാവിൽ ദർശനം നടത്തി. ചൊവ്വാഴ്ച രാവിലെ 11:30ഓടെയാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചു. നടനെ കണ്ടതോടെ നിരവധി ആരാധകരും ഒപ്പം കൂടി. സിനിമാ താരം ദിലീപ് മാടായിക്കാവിൽ സന്ദർശനം നടത്തി. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ക്ഷേത്രത്തിലെത്തിയത്. പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയാണ് തിരിച്ചു പോയത്. നിരവധി ഭക്തജനങ്ങളും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. നടനെ കണ്ടതോടെ നിരവധി ആരാധകരും ഒപ്പം കൂടി. അവർക്കൊപ്പം ഫോട്ടോയും പകർത്തിയാണ് ദിലീപ് മടങ്ങിയത്. കർണാടകയിൽ നിന്നുൾപ്പെടെ പ്രശസ്ത സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഭക്തജനങ്ങളും മാടായിക്കാവിൽ എത്താറുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവും പാവങ്ങളുടെ പടത്തലവനുമായ AKGക്ക് ശില്പം ഒരുങ്ങുന്നു. തിരുവനന്തപുരത്ത് CPIM പുതുതായി നിർമ്മിക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ശില്പി ഉണ്ണി കാനായിയാണ് 4 അടി ഉയരത്തിൽ ഫൈബർ ഗ്ലാസിൽ AKG ശില്പം ഒരുക്കിയത്. ശില്പി ഉണ്ണി കാനായിയുടെ കാനായിലെ പണിപ്പുരയിൽ 3 മാസം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്. ഏപ്രിൽ 23-ന് CPIM പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ചാണ് ശില്പം സ്ഥാപിക്കുക. CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വേണ്ടിയാണ് AKGയുടെ യാർദ്ധകായ ശില്പം ഒരുക്കിയിരിക്കുന്നത്. 1 മാസം സമയത്താണ് യാർദ്ധകായ ശില്പം ഫൈബർ ഗ്ലാസിൽ ഒരുക്കിയത്. ഈ വരുന്ന ഏപ്രിൽ 23-ന് പുതിയ AKG സെന്റർ ഉദ്ഘാടനത്തിനനുബന്ധിച്ച് ഈ ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ സംഘാടകർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ കാങ്കോൽ കുണ്ടയംകോവൽ ഭാഗത്ത് കേബിളിനടുത്ത കുഴി പൂർണ്ണമായും മൂടാത്തത് അപകടക്കെണി ഒരുക്കുന്നു. ടാർ ചെയ്ത ഭാഗത്ത് തന്നെയാണ് കുഴിയെന്നത് ഗുരുതരമായ പിഴവാകുകയാണ്. കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ കാങ്കോൽ കുണ്ടയംകോവൽ ഭാഗത്ത് കേബിളിനടുത്ത കുഴി പൂർണ്ണമായും മൂടാത്തത് അപകടക്കെണി ഒരുക്കുന്നു. സ്വകാര്യ കമ്പനിയാണ് തങ്ങളുടെ കേബിൾ ഇടാൻ കുഴിയെടുത്തത്. കേബിളിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുഴി പൂർണ്ണമായും മൂടാത്തത് അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. കുഴി പൂർണ്ണമായും മൂടാതെ തങ്ങളുടെ ജോലി പൂർത്തിയാക്കിയെന്ന മട്ടാണിവർക്ക്. മഴക്കാലമായാൽ അപകടം തുടർക്കഥയാവാനാണ് സാധ്യത. ടാർ ചെയ്ത ഭാഗത്ത് തന്നെയാണ് കുഴിയെന്നത് ഗുരുതരമായ പിഴവാകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന തൈവളപ്പിൽ കണ്ണൻ ദിനാചരണം സംഘടിപ്പിച്ചു. പ്രാന്തം ചാലിൽ നടന്ന അനുസ്മരണ സമ്മേളനം ME ജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം കുഴുമലിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ തൈവളപ്പിൽ കണ്ണന്റെ 18ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. മരത്തക്കാട് തൈവളപ്പിൽ കണ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച അനുസ്മരണ പ്രകടനം പ്രാന്തൻചാൽ അംഗനവാടി പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം MV ജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മഹത്തായ ആശയം നാനാത്വത്തിൽ ഏകത്വം എന്നതാണ്. അഭിമാനപൂർവമാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നാം പങ്കുവെക്കൽ നടത്തിയത്.
എന്നാൽ പ്രിയപ്പെട്ടവർ, ഇന്ന് അഭിമാനത്തോടെ നാം ലോകരാജ്യങ്ങളോട് ഇന്ത്യയെക്കുറിച്ച് സംവദിച്ച അഭിമാനകരമായ ഭാഗങ്ങൾ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് രാജ്യത്തിന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. സംഘാടക സമിതി ചെയർമാൻ കെ രമേശൻ ചടങ്ങിൽ അധ്യക്ഷനായി. ടി ഗോപാലൻ, കെ മധു, സി ബാലകൃഷ്ണൻ, കെ വി രാധാമണി, കെ മനുരാജ്, കെ രവീന്ദ്രൻ, കെ സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ പതാക ഉയർത്തി. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം കൂറ്റ് നാടകവേദി കരിവള്ളൂർ അവതരിപ്പിച്ച തെരുവ് നാടകം റേഡിയോ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എള്ള് കൃഷിയിൽ വിജയഗാഥയുമായി വനിതാ കൂട്ടായ്മ. പേരൂർ കിഴക്കേക്കരയിലെ അന്നപൂർണ വനിതാ കൂട്ടായ്മയാണ് തരിശുഭൂമിയിൽ എള്ള് കൃഷിയൊരുക്കി 100 മേനി വിളവ് നേടിയത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂർ കിഴക്കേക്കരയിലെ അന്നപൂർണ വനിതാ കൂട്ടായ്മയാണ് തരിശുഭൂമിയിൽ എള്ള് കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചത്. വയൽ പ്രദേശത്ത് 1 ഏക്കറോളം സ്ഥലത്താണ് ഇവർ എള്ള് കൃഷി ചെയ്തത്. പേരൂരിലെ കെ സിന്ധു, TV സുജാത, C മിനി, V ദേവി, P കമലാക്ഷി എന്നിവർ ചേർന്ന് അന്നപൂർണ വനിതാ കൂട്ടായ്മയാണ് കൃഷി ചെയ്തത്. കൃഷിഭവന്റെ ഭാഗത്തുനിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. നമ്മളിത് എള്ള് കൃഷി ചെയ്താണ്. നേരത്തെ 2-3 വർഷം മുന്നേ കൃഷി ചെയ്യുന്നുണ്ട്. 3 വർഷത്തോളം നമ്മൾ ഗ്രൂപ്പായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോൾ നെൽകൃഷി കഴിഞ്ഞു. അതിന് മുന്നേ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ എള്ള് കൃഷിയാണ്. 1 ഏക്കറിൽ മുകളിൽ എള്ള് കൃഷിയുണ്ട്. കൂടാണ്ട് പൂക്കൃഷിയുണ്ട്. അതണക്ക് ബാക്കി വാഴ, നെല്ല്, എല്ലാ കൃഷികളും നമ്മൾ ഗ്രൂപ്പായിട്ടും ഒറ്റക്കായിട്ടും ചെയ്യുന്നുണ്ട്. കൃഷിഭവൻ്റെ നല്ല സഹകരണം നമുക്ക് ഇതിനോട് അനുവദിച്ചിട്ടുണ്ട്. മുൻപ് ഇതേ സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയിരുന്നു. അതിലും നല്ല വിളവ് തന്നെയാണ് ലഭിച്ചത്. വിളവെടുത്ത എള്ള് വിൽപ്പന നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെ നടക്കും. നാടിന് ഒന്നാകെ അഭിവൃദ്ധി നൽകുന്ന മഹോത്സവം താന്ത്രിക കർമ്മങ്ങൾക്ക് മുൻതൂക്കം നൽകി കൊണ്ടാടുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി അമ്പിളി വടക്കേയിലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഇതിലൂടെ നാടിനാകെ ഐശ്വര്യവും അഭിവൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം. 40 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ ബ്രഹ്മകലശത്തിന് അതിൻ്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ അമ്പലം പരിസരത്ത് നടന്നു വരുന്നത്. കാരണം അത്രയും പ്രാധാന്യപ്പെട്ട താന്ത്രിക വിദ്യകളും മറ്റ് കർമ്മങ്ങളും മാത്രമാണ് ഈ അഷ്ടബന്ധ കലശത്തിനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മറ്റ് ഒരു പരിപാടികളും ഈ അമ്പലത്തിൽ നടക്കുന്നില്ല എന്നുള്ളൊരു പ്രാധാന്യം കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം 40 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ ബ്രഹ്മകലശത്തിന് അതിൻ്റേതായ പ്രാധാന്യം ഈ അമ്പല കമ്മിറ്റി നൽകി വരുന്നതാണ്. 11ഓളം ശാന്തിക്കാർ എല്ലാ ദിവസങ്ങളും ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തന്ത്രി അമ്പിളിയില്ലത്ത് ശങ്കരവാദ്യ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. 23 മുതൽ മെയ് 3 വരെയാണ് ഈ ബ്രഹ്മകലശം ഇവിടെ നടക്കുന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മകലശം ഇവിടെ നടക്കുന്നത്. ഈ അഷ്ടബന്ധ കലശം നടന്നതിന് ശേഷം ഈ അമ്പലത്തിലെ ചൈതന്യവും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം. അതിനാൽ തന്നെ കലാപരിപാടികളോ മറ്റോ നടത്താതെ പൂർണ്ണമായും താന്ത്രിക കർമ്മങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ചടങ്ങുകൾ നടത്തുക എന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊക്കാനിശ്ശേരി എന്ന സ്ഥലത്ത് ഋഷിവര്യന്മാർ തപസ് ചെയ്ത സ്ഥലമാണ്. കപില മഹർഷി തപസ് ചെയ്ത ഭൂമിയാണ് ഇത്. അതിപുരാതന കാലം മുതൽ ഇത് ഒരു വനമായിരുന്ന സ്ഥലമായിരുന്നുവെന്നും ആ വനത്തിൽ ഋഷിവര്യന്മാർ വന്ന് താമസിച്ചിരുന്നുവെന്നും അങ്ങനെ കപില മഹർഷി തപസ് ചെയ്ത സ്ഥലമാണിതെന്നും പറയപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ നിന്നാൽ ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായിട്ടുള്ള കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാ വളർച്ച ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ രൂപത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്.
ഇതിന് ചുറ്റുപാടുമുള്ള കുടുംബങ്ങളാണ് ഈ അമ്പലം പരിപാലിച്ചു പോകുന്നത്. ക്ഷേത്ര ചൈതന്യവും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും എല്ലാ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചാൽ മാത്രമേ ആ പരിസരത്തുള്ളവർക്കും കൂടി അതിൻ്റെ പ്രാധാന്യം നൽകാൻ പറ്റുള്ളൂ. ക്ഷേത്ര ചൈതന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് കലാപരിപാടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് താന്ത്രിക കർമ്മങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വെളിച്ചം തോട് ഷൈൻ സ്റ്റാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വെളിച്ചം തോട് ഷൈൻ സ്റ്റാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനം നടന്നു. ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ സമീപകാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച വാർത്താ ചിത്രത്തിനുള്ള ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ഒരു ചിത്രം ലോകം മുഴുവനും കരഞ്ഞുകൊണ്ട് സ്വീകരിക്കാനിടയുള്ള ഒരു ചിത്രമാണ്. 8-9 വയസ്സുള്ളൊരു കൊച്ചുകുട്ടി 2 കൈയും നഷ്ടപ്പെട്ട് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഈ വിരലുകളോ ഈ കൈയുടെ മറ്റു ഭാഗങ്ങളോ ഇല്ലാതെ ഈ 2 കുറ്റി പോലുള്ള സാധനം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. മുൻ MLAയുടെ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മുൻ MLA C കൃഷ്ണൻ, M രാഘവൻ, സുരേഷ് ബാബു, ബാബു കുര്യാക്കോസ്, P ശശിധരൻ, CP രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ തന്നെ ഈ കളി ഉപകരണങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ പാകത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ വിതരണം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ K ജയചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, T വിശ്വനാഥൻ, TP സമീറ, VV സജിത, കൗൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, T ദാക്ഷായണി, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് എന്നിവർ സംസാരിച്ചു. വോളിബോൾ, ഫുട്ബോൾ, 2 തരം ജാവലിൻ, 3 തരം ഡിസ്ക്, 2 തരം ഷോട്ട് പുട്ട് എന്നിങ്ങനെ 11 വിദ്യാലയങ്ങൾക്കാണ് പദ്ധതിയിലൂടെ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് തയ്യൽ മെഷീൻ കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് തയ്യൽ മെഷീൻ കൈമാറി. നെറ്റ്വർക്ക് ചാനൽ വാർത്തയെ തുടർന്നാണ് ഉപജീവനത്തിനായി തയ്യൽ മെഷീൻ കൈമാറിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ M രാജു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ K ശ്രീകല, രമേശ് ബാബു പാണ്ഡ്യാല, പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാങ്കോൽ നോർത്ത് പ്രണവം കലാ സാംസ്കാരിക സമിതിയുടെ 25ാം വാർഷികം ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ നടന്ന സല്യൂട്ട് 2025 പരിപാടിയിൽ സ്തുത്യർഹ സേവനം നടത്തിയ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. കാങ്കോൽ നോർത്ത് പ്രണവം കലാ സാംസ്കാരിക സമിതിയുടെ 25ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. സാംസ്കാരിക സമ്മേളനം പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒറ്റപ്പെടലുകളാണ് നമ്മുടെ കുട്ടികളെ തിന്മയിലേക്ക് നയിക്കുന്നതെന്ന് പറയാൻ ആർക്കും ഒരു സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരം ഒറ്റപ്പെടലുകൾ ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ കലാ സാംസ്കാരിക വേദികൾ പുനരുജ്ജീവിപ്പിക്കണം. ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കണം. എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദൈനംദിന പ്രവർത്തികളിലും നമ്മുടെ എല്ലാവരും പരസ്പരം സഹകരിക്കുന്ന, പരസ്പരം ശ്രദ്ധിക്കുന്ന ഒരു അവസരമുണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ ഈ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായി മുഴുവൻ മുങ്ങിയെന്നൊന്നും ഞാൻ പറയില്ല. ഒരു ചെറിയൊരു അംശമെങ്കിൽ നമ്മൾ അതിൻ്റെ പിറകെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിളച്ചു നീക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. എവറസ്റ്റ് 2 തവണ കീഴടക്കിയ ആദ്യത്തെ മലയാളിയായ റിട്ടയർഡ് സുബേദാർ മേജർ APV ഉണ്ണിക്കണ്ണൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു.
വേദിയിൽ നടന്ന സല്യൂട്ട് 2025 പരിപാടിയിൽ സ്തുത്യർഹ സേവനം നടത്തിയ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. പ്രണവം കലാസാംസ്കാരിക സമിതി പ്രസിഡന്റ് PM പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KT രാജേഷ്, K രാജൻ, K കുഞ്ഞികൃഷ്ണൻ, വിനോജ്, VV മനു, മഞ്ജുഷ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച ദ്രുതതാളവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മമ്പലം കലാസരണി ആർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വയോജന സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി പ്രദേശത്തെ 70 വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് പാവാട വേണം മേല. പയ്യന്നൂർ മമ്പലം കലാസരണി ആർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വയോജന സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി പ്രദേശത്തെ 70 വയസ്സു കഴിഞ്ഞവരെ ആദരിച്ചു. വയോജനങ്ങൾ അവരുടെ പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു. JCI ദേശീയ പരിശീലകൻ രാജേഷ് കൂട്ടക്കനി പരിപാടി ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് അവതരണം നടത്തി. സൂരജ് സ്വാഗതം ആശംസിച്ചു. ജിജേഷ് അധ്യക്ഷത വഹിച്ചു. നാരായണൻ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ തൃക്കരിപ്പൂർ തങ്കയത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി. സ്കൂട്ടറുകളിലെയും കാറിലെയും യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വേദനകളുടെയും പ്രാരാബ്ധത്തിന്റെയും പടുകുഴിയിൽ പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്തെ അനിൽ എന്ന കർഷകൻ. ജീവിതത്തിന്റെ അത്താണികളായിരുന്ന തന്റെ 5 പശുക്കൾ ചത്തുപോയതിന്റെ നഷ്ടപരിഹാരത്തിനായി ഈ കർഷകൻ മുട്ടാത്ത വാതിലുകളില്ല. അസുഖബാധിതനായ മകനും കടബാധ്യതകളും ഈ കുടുംബത്തെ തള്ളിവിട്ടത് സമാനതകളില്ലാത്ത ദുരിതക്കയത്തിൽ. ചരിത്രപ്രസിദ്ധമായ രാമന്തളി 17 ശുഹദാ മഖാം ഉറൂസിനും സ്വലാത്ത് വാർഷികത്തിനും ബുധനാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളാണ് ഉറൂസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ചീമേനി അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനത്തിന് മുന്നോടിയായി വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. പെരിങ്ങോം ടൗണിൽ നടന്ന പരിപാടി ഡോക്ടർ AK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.